ഹായ്. ഇപ്പം കർക്കിടക മാസമല്ലേ, കർക്കിടക മാസത്തിലെ കറുത്തവാവ് വന്നു പോയി. അപ്പം ഈ കറുത്തവാവിൻ്റെ സമയത്ത് മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ അടുത്തൊക്കെ വന്നു പോയി. പിന്നെ ചിലരുടെ വിശ്വാസം ഈ കർക്കിടക മാസം മുഴുവനും, അതായത് കർക്കിടകം 31 നമ്മുടെ ഇവിടെ ഈ ആത്മാക്കളൊക്കെ നിന്നേച്ചിട്ട് 31-ാം തീയതി രാത്രി, അതായത് കർക്കിടക മാസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ദിവസം ഈ ഭൂമി വിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ എന്നൊക്കെയാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പം കുറച്ച് പേര് ഞാനൊരു വീഡിയോ ഇട്ടതിന് താഴെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഈ ആത്മാക്കളുടെ സാന്നിധ്യം എങ്ങനെയാണ് അറിയുന്നത്? ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞങ്ങൾ ഈ മനസ്സിലാക്കുന്ന ഏത് പോണക്കൊക്കെയാണോ ചേച്ചി കാര്യങ്ങളെന്ന് ചോദിച്ചേ. അപ്പം ഞാൻ അവർക്കുള്ള മറുപടിയും പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാകട്ടോ പറയുന്നത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും കിടന്നുറങ്ങുവാന്ന് കൂട്ടിക്കോ, ഇപ്പോൾ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, എല്ലാവരുടെയും വിശ്വാസം കൂടുതൽ ഈ ആത്മാക്കൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെയൊക്കെ നടക്കുന്നത് രാത്രിയാണെന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവർക്കും. അതായത് രാത്രി ഒരു 12 മണിക്കൊക്കെ ശേഷമാണ് ഇവരിറങ്ങുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ഇവരുടെ സമയമാണ്, നമ്മുടെ സമയമല്ല. നമ്മളന്നേരം കിടന്ന് നല്ല ഉറക്കമാണ്. കാരണം പകല് അവർ കിടന്നുറങ്ങും. കാരണം ഈ ആത്മാക്കൾ, അതായത് പ്രേത ഭൂത പിശാച് നല്ല പിന്നെ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയും എല്ലാവരും. അപ്പം രാത്രി അവരുടെ സമയവും പകല് നമ്മളുടെ സമയവുമാണ്. പകലല്ലേ നമ്മൾ എഴുന്നേറ്റ് നടക്കുക, പണി ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, നമ്മുടേതായ ജോലികളൊക്കെ ചെയ്യുന്നത്. രാത്രിയിലാണ് അവരുടേതായ കാര്യങ്ങൾ ഇതുപോലെയെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ കിടന്നുറങ്ങണം. അപ്പം എന്നോട് കുറേ പേര് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് പല അനുഭവങ്ങളിൽ കൂടെ ഉള്ള ഒരു കാര്യം. ഇത്രയും നേരം ഞാൻ തമാശയായിട്ടാട്ടോ പറഞ്ഞു, പക്ഷെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസാണ്. സത്യത്തെങ്കിൽ ഈ നെഗറ്റീവ് എനർജി തിരിച്ചറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ പ്രേതാനുഭവം എന്നും പറഞ്ഞ് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ, ചേച്ചി ഇതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ കിടന്നുറങ്ങുമ്പം പേടി തോന്നുന്നു. അല്ലെങ്കിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ നല്ല രസമാണ് ചേച്ചി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെ മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഞാനിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് എനർജി എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ കിടന്നു കഴിയുമ്പോഴാട്ടെ, രാത്രി ആയിക്കോട്ടെ, പകലിങ്ങനെ ഒരുപാട് അനുഭവപ്പെടാറ് ഇല്ല. ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് പകലത്തെ കാര്യം പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലെ പിന്നെ താമസമില്ലാതെ ഇങ്ങനെ ചെലന്തിയൊക്കെ പിടിച്ച് മാറാലയൊക്കെ പിടിച്ച് വാവലൊക്കെ ആയിട്ട് കിടക്കുന്ന താമസമില്ലാത്ത വീട്ടിലൊക്കെ അങ്ങനെയുള്ള സാന്നിധ്യമൊക്കെ ഉണ്ടാകും കേട്ടോ, ഇല്ലെന്നൊന്നും പറയില്ല. അല്ലെ പിന്നെ ഒരാൾ മാത്രമായിട്ടൊരു വീട്ടിൽ കിടന്ന് ബോധം കിടന്നൊക്കെ ഉറങ്ങുവാണെങ്കിൽ ചിലപ്പം ചെറിയൊരു സാന്നിധ്യമൊക്കെ ഉണ്ടാകും. പക്ഷെ ഏറ്റവും അധികം രാത്രിയിലാണ്. ഇപ്പം രാത്രിയിൽ നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ആരോ ഇങ്ങനെ പയ്യെ 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 നടന്നു വരുന്ന, അതായത് കാലടി ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. എന്നുവെച്ചിട്ട് നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു കുളിർക്കാറ്റ് വരുന്നത് പോണക്കും, ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്നത് പോണക്കും ഒക്കെ നമുക്ക് തോന്നും. പിന്നെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പട്ടികളുണ്ടെങ്കിൽ നായ്ക്കൾക്ക് എപ്പോഴും ഈ സാന്നിധ്യം എളുപ്പമെന്നറിയാം. അതായത് അവർക്കിതിനെ ഒരു പ്രതിരൂപം പോലെ ഇവർക്കിത് കറക്റ്റ് എന്ന് വെച്ചാൽ, മൃഗങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കഴിവാണ് ഈ നെഗറ്റീവ് എനർജി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ടോ കുരയ്ക്കുമല്ലാതെ ഇങ്ങനെ തല ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കുറുക്കനൊക്കെ ഓലിയിടുന്നത് പോണക്കത്തെ സൗണ്ടിൽ പേടിച്ച് സൗണ്ട് കേൾപ്പിക്കും. അതുപോലെ തന്നെ പൂച്ച നോർമലിലുള്ള കരച്ചിലല്ലാതെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഇതിനെ കൊല്ലാനായിട്ട് പിടിക്കുന്ന പോണക്കത്തെ ഭയങ്കര ഒരു പ്രത്യേക സൗണ്ടിലുള്ള കരച്ചിൽ കരയും പൂച്ച. അതുപോലെ തന്നെ പശു കിടക്കുന്ന പശു ചാടി എഴുന്നേറ്റിട്ട് കൂട്ടിൽ നിന്ന് ഇങ്ങനെ കഴുത്തേന്നൊക്കെ കയറി പിരിച്ച് പറിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് അമറി കരയും പശുക്കൾ. ഇങ്ങനെ മൃഗങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ കിടന്നിങ്ങനെ ഉറങ്ങിക്കഴിയുക, നല്ല ഉറക്കത്തിൽ വന്ന് ആരെങ്കിലും വന്ന് ഇങ്ങനെ ഡോറയിൽ ഇങ്ങനെ മുട്ടുന്നത് പോണക്കത്തെ അനുഭവം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, പ്രത്യേകിച്ചൊരനുഭവം ഞാൻ പറയാം. എനിക്കുണ്ടായ ഒരനുഭവം, എനിക്കിങ്ങനെ മനസ്സിൽ ചെറിയ വിഷമം ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കയറി കിടക്കുമല്ലോ, അല്ലെ രാത്രി ആയാലും ഉറങ്ങാതെയൊക്കെ കിടക്കും. എപ്പോഴെങ്കിലും ഇങ്ങനെ പയ്യെ ഇങ്ങനെ കണ്ണടഞ്ഞു വരുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ അച്ഛൻ മരിച്ചു കിടന്ന സമയത്ത് കത്തിച്ച് വെച്ച സാമ്പ്രാണിയുടെ ഒരു മണമുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് ആ സാമ്പ്രാണിയുടെ സ്മെല്ല് കിട്ടാറുണ്ട്. സത്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സാമ്പ്രാണിയുടെ ആ മണം
ഇതുപോലെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞങ്ങളിങ്ങനെ ഒരു പ്രത്യേക സമയത്ത് അല്ലെ ചില രാത്രികളിൽ അല്ലെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു സ്മെല്ല് ഇങ്ങനെ അപ്പച്ചൻ മരിച്ചു കിടന്നപ്പോൾ അല്ലെങ്കിൽ ചാച്ചൻ മരിച്ചു കിടന്നപ്പോൾ പപ്പ മരിച്ചു കിടന്നപ്പോൾ ഇങ്ങനെ കത്തിച്ച് വെച്ച സാമ്പ്രാണിയുടെ അല്ലെ കുന്തിരിക്കത്തിൻ്റെയൊക്കെ സ്മെല്ല് ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് നെഗറ്റീവ് എനർജിയുടെ ഭാഗമാണെന്ന്. ഉറപ്പായിട്ടും അതൊരു നെഗറ്റീവ് എനർജി തന്നെ നമ്മുടെ അടുക്കൽ വന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരം വെളുത്തുണ്ടല്ലോ അടുക്കള ചെന്ന് തുറന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ എത്ര മുറുക്കി ചിലപ്പം ടാപ്പ് അടച്ചു വെച്ചിട്ട് അടുക്കളയുടെ പോന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ നൂല് പോലെ ഇറ്റിറ്റിറ്റിറ്റിറ്റിറ്റ് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. ഇതൊക്കെ ആ ഒരു സാന്നിധ്യം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അതുപോലെ നമ്മളുണ്ടല്ലോ അടച്ചെല്ലാം കതകും ജനലും എല്ലാം അടച്ച് കെട്ടേക്കുക. ഉടനെ നമ്മൾ തോന്നുമ്പോൾ ഉണ്ടല്ലോ പെരയുടെ പുറകിൽ കൂടെ ആദ്യമേ അടുക്കള സൈഡിൽ കൂടെ ഇങ്ങനെ ഒരാളിങ്ങനെ നടന്ന് വരുന്നതായിട്ട്. അപ്പോൾ ഈ അടുക്കളയുടെ ജനലിൻ്റെ ഗ്ലാസ്സേ എന്ന് വെച്ചാൽ തടിപ്പലക അല്ലാതെ ഗ്ലാസ് ഇട്ടേക്കുന്ന ജനലായിരിക്കുമല്ലോ ഇപ്പോൾ എല്ലായിടത്തും. അപ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടെ ഒരാളിങ്ങനെ അങ്ങോട്ട് മിന്നൽ പോണക്ക് ഇങ്ങനെ നമുക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കിടക്കുന്നിടത്ത് വെള്ളം വെച്ചിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാനായിട്ട് വരുവാണെങ്കിൽ യാദൃശ്യമായിട്ട് നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നതല്ല, കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഇതും എനിക്ക് അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ വന്ന് കഥകയിൽ ഇങ്ങനെ മുട്ടി വിളിക്കും. നമ്മൾ ഓർക്ക് ഇത് ആരാടാ പൈ വന്ന് വിളിക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ടല്ലോ. നമ്മൾ വന്നേച്ചിട്ട് ആരെങ്കിലും പരിചയമില്ലാത്തവരല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരും പകലാണെങ്കിലും. അപ്പോൾ നമ്മൾ വന്നിങ്ങനെ കഥക് തുറന്നു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ആരെയും കാണത്തില്ല. ഒരു നിശബ്ദത, ഭയങ്കരമായിട്ടൊരു നിശബ്ദത നമുക്ക് അനുഭവപ്പെടും. അപ്പം ഈ നെഗറ്റീവ് എനർജി വന്ന് പോയതാണ്. ഉടനെ നമ്മൾ കഥടച്ചോ ഇത് ആരായിരിക്കും പോലും നമുക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. അതുപോലെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ എങ്ങനെ അടച്ചിട്ടിട്ടെന്ന് വെച്ചാൽ പുറത്ത് എന്തായാലും ബാത്റൂം ടോയ്ലറ്റൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ വാതിൽ നമ്മൾ അടച്ചിട്ട് കഴിയുമ്പോൾ രാത്രിയിൽ നമുക്കിങ്ങനെ ഈ കതക് ഇങ്ങനെ തുറക്കുന്ന ഒരു സൗണ്ടും ഒച്ചയും അതുപോലെ ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ടും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ശ്രദ്ധിക്കാത്തവർ ഇന്ന് തൊട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറയുന്ന കാര്യം വളരെ കറക്റ്റാണെന്ന്. ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ എല്ലാ വീടുകളിലും തന്നെയുണ്ട്. നമ്മൾ പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ ചേട്ടൻ പറയും ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നുമില്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ ആരും വന്നിട്ടുമില്ല പോയിട്ടുമില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഇല്ലെന്ന്. നെഗറ്റീവ് എനർജി ഇല്ലാത്ത ഒരു വീടും ഇല്ല, എന്തൊക്കെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും. പിന്നെ നിങ്ങളോട് പറയാനായിട്ട് ഞാനൊരു കാര്യം അങ്ങ് വിട്ടുപോയായിരുന്നു കേട്ടോ. അപ്പം അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്ത് വരാതെയും അകറ്റി നിർത്താനും എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഈ നെഗറ്റീവ് എനർജി അനുഭവപ്പെടുന്ന വീട്ടുകാർ അതുപോലെ തന്നെ ചെയ്താൽ മതി. വേറെ എങ്ങും കൊണ്ടുപോയി കാശ് കളയാൻ നിൽക്കല്ലേ. അതിനൊക്കെ നമുക്ക് ചെറിയ ചെറിയ ടിപ്പുകളിൽ കൂടെ നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാര്യം ഒന്നും മനസ്സിൽ വെച്ചോണേ. അപ്പം നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ വന്നുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.